ദിവസമാണ് ഒരാൺകുട്ടിയും അവൻ്റെ കുഞ്ഞിപ്പെങ്ങളും ദേവാലയത്തിൽ ഒരു ഗാനമാലപിക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഹൃദയതന്ത്രികൾ മീട്ടി അവൻ പാടിയ ആ ഗാനം നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി. തലശ്ശേരി രൂപതയിലെ ചെമ്മന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂളിലെ വിദ്യാർത്ഥികളായ കേദർനാഥും അണിജത്തി കാർത്തികയുമാണ് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് പാടിയത്. ആ അനുഗ്രഹീത നിമിഷത്തെപ്പറ്റി കേദർനാഥ്: ഈ പാട്ട് പാടാൻ അവസരം കിട്ടിയത് ഞാനിവിടെ ചെമ്മന്തൊട്ടി പള്ളിയിൽ കുറച്ച് ദിവസം മുമ്പ് പെരുന്നാളായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ ഇടയിൽ ഞാനും കാത്തുക്കുട്ടിയും എപ്പോഴും പോകുന്നൊരു ട്രൂപ്പായിരുന്നു. അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൻ്റെ ഒരു റിതം ഓർക്കസ്ട്ര എന്നാണ്. പിന്നെ അതിൻ്റെ മാനേജർമാർ രാജേഷ് സാറ്, വിജയ് സാറ് അവരായിരുന്നു അതിൻ്റെ മാനേജർമാർ. പിന്നെ ഞങ്ങളതിന് പാട്ടുണ്ടെന്ന് ഫസ്റ്റ് അറിഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, അവളെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ആ അന്നത്തെ ഓർക്കസ്ട്രയുടെ ഫോട്ടോ അയച്ചു തന്നപ്പോൾ എൻ്റെയും കാത്തുക്കുട്ടിയുടെയും ഫോട്ടോ അതിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായിപ്പോയി. അപ്പോൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ എന്നെ കളിയാക്കി. ഇങ്ങനെ എനിക്കന്ന് അവിടെ പാടാൻ പറ്റിയില്ലല്ലേ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഈ ഒരു പാട്ട് പാടണമെന്നില്ലേ. പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഈ പള്ളിയിൽ ഞാൻ പാടുന്നത്. അപ്പോൾ ഒരു ദിവസം ആ സ്വപ്നം കണ്ടപ്പോൾ പിന്നെ എനിക്ക് ആ പള്ളിയിൽ പാടണമെന്ന് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇപ്പം അബ്രാഹം മാഷിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പള്ളിയിൽ കുർബാന സ്വീകരിക്കുന്ന ആ സമയത്ത് എനിക്കൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് അച്ഛനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പോയി അബ്രാഹം മാഷോട് ചോദിച്ചപ്പോൾ അബ്രാഹം മാഷ് പറഞ്ഞു, എന്നാൽ പാടിക്കുമെന്ന് അബ്രാഹം മാഷ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടിയത്. കനിവിൻ്റെ കൂദാശയേ ദിവ്യകാരുണ്യമേ സ്നേഹമേ കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈ പാട്ട് എന്ന് വെച്ചാൽ വരികളിലും സംഗീതത്തിലും ഒരുപാട് ഫീലാണ്. അപ്പോൾ ആ ഫീൽ ഉള്ളിൽ തട്ടിപ്പോവും. ആർക്ക് കേട്ടാലും ഈ പാട്ട് അങ്ങനത്തെ വരികളും അങ്ങനെയൊക്കെയാണ്. ഞാൻ തന്നെ ചില സമയത്ത് ഈ പാട്ട് കേട്ടാൽ കരഞ്ഞു പോവും. അത്രക്കും ഫീലാണ് ഈ പാട്ട്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇതായിപ്പോയി, എന്ന് വെച്ചാൽ കരഞ്ഞു പോയി ഞാൻ. അത്രക്കും ഫീല് ആയിപ്പോയി. പിന്നെ എനിക്കിത് ഈ ഫീൽ സോങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് അശോകനാണ്. എൻ്റെ 2 മക്കളാണ്, കേദാർനാഥും കാർത്തികയും. വൈഫ് രശ്മി, അവൾ വീട്ടിലാണുള്ളത്. എനിക്ക് ഈ മക്കളുടെ പാട്ട് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വൈറലായതാണ്. അപ്പോൾ ലോകം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇതിലൂടെ ഈ ദൈവത്തിൻ്റെ എന്താ പറയുക, എൻ്റെ മകൻ്റെ ഈ ആഗ്രഹം, ഇങ്ങനെ ഒരു പള്ളിയിൽ പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചോദിക്കുകയും സാറിനോട് ചോദിക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. എന്തോ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ആ പള്ളിയിൽ ഈ മകനിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ മക്കളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചും. അച്ഛനും അമ്മയും പറയുന്നത് അവർ വളരെ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാറാണുള്ളത്. കാരണം നിങ്ങളെ ഭാവിയാണ് മക്കളെ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പാട്ട് പഠിപ്പിക്കാറ്. അപ്പോൾ അത് അവർ അങ്ങനെയാണ് ശ്രദ്ധിച്ച് പഠിക്കാറ് പാട്ട്. എത്ര വളർന്നാലും ദൈവമേ ഞാനിന്നും അങ്ങേക്കു പൈതൽ കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. ഞാൻ ഫാദർ ജോസഫ് ഐക്കരപ്പറമ്പിൽ, ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് ഫൊറാന ദേവാലയത്തിൻ്റെ കൊച്ചച്ഛനാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പള്ളിയെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ കേദാർനാഥും കാത്തുക്കുട്ടിയും കൂടി ഇവിടെ നടന്ന ഒരു വിവാഹത്തിന് ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. ഐഡിയ ഏഷ്യാനെറ്റിലെ
ടോപ്പ് സിംഗറിലെ ഫെയിമാണ് കേദാർനാഥും കാത്തുകുട്ടിയും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു ചെമ്പന്തൊട്ടി പള്ളിയിൽ വന്ന് ആര് പാട്ട് പാടിയാലും ദൈവം അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. എൻ്റെ പേര് അപ്രയൻ CV. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ വീടിനടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് നമ്മുടെ കേദാർനാഥും അശോകനും മറ്റും താമസിക്കുന്നത്. ഇവർ ചെമ്മന്തൊട്ടി സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ചെമ്മന്തൊട്ടി പള്ളിയിലുള്ള പരിപാടികളൊക്കെ ഇവരൊക്കെ കാണുമ്പോഴൊക്കെ ഇവർക്കുണ്ടായിരുന്ന വലിയൊരാഗ്രഹം പള്ളിയിലെ പരിപാടിയിൽ ഒരു പാട്ട് പാടാൻ ഉള്ള അവസരം ലഭിക്കുക എന്നതായിരുന്നു. അപ്പം എനിക്ക് തോന്നി എൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നടക്കുന്ന കർമ്മങ്ങൾക്കിടയിൽ ഇവർക്ക് ഒരു ഭക്തിഗാനം ആലപിക്കുവാനുള്ള അവസരം ലഭിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അങ്ങനെ ഒരു അവസരം ഒരുക്കിക്കൊടുത്തു. പള്ളിയിലെ വിവാഹ ചടങ്ങിനിടയിൽ ഇവർക്ക് പാടാൻ അവസരം ലഭിച്ചു. വളരെ മനോഹരമായി ഇവർ രണ്ടുപേരും പാടുകയും ചെയ്തു. ഞാൻ ചെറുപ്പം മുതലേ ഗാനമേളക്കൊക്കെ പാടുന്നതാണ് പഠിക്കുന്ന സമയത്തെ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവൻ ആദ്യം പിന്നെ എൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ എനിക്ക് തോന്നി കഴിവുണ്ട്, മക്കൾക്ക് കഴിവുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് ചെറിയ ചെറിയ പാട്ടുകൾ പാടിച്ചപ്പോൾ അവൻ എന്നേക്കാളും നന്നായിട്ട് പാടുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു ഇവനെ പാട്ട് പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ പോകുന്ന ഗാനമേളയ്ക്കും ചെറിയ പ്രോഗ്രാമൊക്കെ ഞാൻ ഇവനെ കൊണ്ടുപോകും. അത് കേട്ടാണ് കാത്തുക്കുട്ടി പഠിച്ചത്. അപ്പോൾ ഇവളും രണ്ടുപേരും പാടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. രണ്ട് മക്കളും ഒരുമിച്ചാണ് TV ഷോയിലൊക്കെ പോയത്. അതായത് ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗറിൽ പോയി, ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിൽ പോയി, അമൃത TVയിലെ പല പ്രോഗ്രാമിലും പോയി. TV ചാനലുകൾ ഇവരെല്ലാ ഒരു വകയുള്ള ചാനലുകളൊക്കെ ഇവർക്ക് അവസരം കൊടുത്തു. അതിനൊക്കെ ആ ചാനലുകൾ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഓടക്കാട്ടിൽ മേഘത്തോവൽ വീണു, ആരംഭത്തിൽ പോരക്കാലം പോയി, കൂട്ടിനായി കൂടാരം മാത്രം, വെണ്ണിലാവിലെ മന്ത്രവേണുവിലൊരേണമായി മാറാ. എൻ്റെ പേര് ലൗലി M. പോൾ. ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. ചെറുപുഷ്പം UP സ്കൂളിൻ്റെ അഭിമാന താരമായ കേദാർനാഥിനെക്കുറിച്ച് പറയാൻ 1000 നാവാണെനിക്ക്. സംഗീത ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേദാർനാഥിനെ ഞാൻ ഈ അവസരത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. 2ാം ക്ലാസ്സിലാണ് കേദാർനാഥ് ചെറുപുഷ്പം UP സ്കൂളിൽ ആദ്യമായി ചേർന്നത്. കേദാർനാഥ് പങ്കെടുക്കാത്ത ഒറ്റ പരിപാടിയും നമ്മുടെ ഈ സ്കൂളിലില്ല. എല്ലാ പരിപാടിയിലും കേദാറിൻ്റെ ഒരു പാട്ട് ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അധ്യാപകരും ബന്ധുമിത്രാദികൾ, നാട്ടുകാർ എല്ലാം നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് പ്രത്യേകിച്ച് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഈ പാട്ട് എന്നെക്കൊണ്ട് ജോയി ചെഞ്ചേരിൽ അച്ഛൻ പാടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നേരം ആ സമയത്ത് അങ്ങനെ വ്യൂ പോയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് പാടാൻ അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയ പാട്ട്, അതിൽ തന്നെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പാട്ട് പഠിക്കാൻ ഞങ്ങൾ ആദ്യമായിട്ടിരുന്നപ്പോൾ കാത്തു പറഞ്ഞ് ഞാൻ എൻ്റെ കോറസ് പഠിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഈ കോറസ് പഠിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാളും അച്ഛൻ്റെ ഫോണെടുത്തു, പിന്നെ ഇവള് അമ്മയുടെ ഫോണെടുത്തു. അങ്ങനെ രണ്ടാളും കൂടെ മത്സരിച്ചിരുന്ന് പഠിച്ച്.
അപ്പോൾ പിന്നെ പഠിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അച്ഛനോട് ഇപ്പം ജോയിച്ചഞ്ചേരിയിൽ അച്ഛന് പാടിയിട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ഓക്കെ ഇത് പാടാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ പാട്ട് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പാടാൻ പറ്റിയിട്ടാണ് ഞങ്ങൾ പാടിയത്. അപ്പോൾ കല്യാണത്തിനും കുറേ കല്യാണം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിനും പാടിയായിരുന്നു. കേദാറിൻ്റെ സംഗീതവാസനയെക്കുറിച്ച് പറയുമ്പോൾ ജന്മന അവന് ലഭിച്ച ഒരു കഴിവ് തന്നെയാണിത്. അതുപോലെ തന്നെ അവൻ്റെ കുഞ്ഞനിയത്തി കാത്തുമോളുടെ സംഗീതവാസനയും ഏറെ അംഗീകരിക്കപ്പെട്ടതാണ്. അതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അവൻ്റെ അച്ഛൻ അശോകൻ തന്നെയാണ്. ധാരാളം പ്രാക്ടീസ് കൊടുത്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്നതിൽ അശോകനും അതുപോലെ ലക്ഷ്മി കേദാറിൻ്റെ അമ്മയും വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. എല്ലാ കലാകാരന്മാരും വളർന്നു വന്നത് ഈ ഒരു ദേവാലയത്തോട് ചേർന്നാണ് എന്ന് പറയാനായിട്ട് അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കാത്തുകുട്ടിക്കും കേദാർനാഥിനും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കൂടുതലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂട്ടിനിരി